ലഹരിയില്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയില്ല. അറിയോ നിങ്ങൾ? അതിനാദ്യം ലഹരി എന്താണെന്ന് തിരിയണ്ടേ? ശരിക്കും തിരിയണ്ടേ? ഏത് പ്രായത്തിലേനും തിരിയണ്ടേ? പറഞ്ഞോളി. അപ്പം നിങ്ങളിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയത്താ മനുഷ്യന്മാർക്ക് എന്ത് ബോധമുള്ളത് ആലോചിച്ച് നോക്ക്. എനക്കും കഴിഞ്ഞല്ല തിരിഞ്ഞത്. അപ്പോഴാണ് എന്നെക്കുറിച്ചിട്ട് പുച്ഛം തോന്നിയത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് വാട്ട് ഈസ് ലഹരി, നിങ്ങൾക്ക് ലഹരി ഇല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം പഠിച്ചു വെച്ചോട്ടോ. ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ, ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ഉപയോഗിക്കാൻ തോന്നുന്നു. അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉപയോഗിക്കണം, കാണണം എന്നാറ്റാ? രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു കട്ടൻ ചായ കുടിക്കണോ, ഒരു സുലൈമാനി കുടിക്കണം, ചായ കുടിക്കണം എന്നെല്ലാം തോന്നുമ്പോൾ വീണ്ടും വീണ്ടും ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചായയും കട്ടനും സുലൈമാനിയും ലഹരിയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മക്കളെ തോന്നുന്നത്? എന്താ മൊബൈൽ ഫോൺ തോണ്ടണം, മാന്തണം, റീൽസ് നോക്കണം, സ്റ്റാറ്റസ് കാണണം, സ്റ്റോറി നോക്കണം, മൊബൈൽ ഫോണിനെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ പറഞ്ഞോ ലഹരിയാണ്. അവര് പറയുന്നുണ്ട്. പാട്ട് പാടുമ്പോൾ, ഡാൻസ് കളിക്കുമ്പോൾ, കുങ്ഫുവും കരാട്ടയും ചെയ്യുമ്പോൾ, ചെടി വളരുമ്പോൾ, ചെടി വളർത്തുമ്പോൾ, പച്ചക്കറി നടുമ്പോൾ, കൃഷിപ്പണി ചെയ്യുമ്പോഴൊക്കെ സന്തോഷമുണ്ടാവുന്നുണ്ടെങ്കിൽ കൃഷിപ്പണിയും ചെടി വളർത്തലും പൂച്ചനെ വളർത്തലും നായ്ക്കുട്ടീനെ പോറ്റലും ഉണ്ടാവുക. വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടാ? എൻ്റെ ടീം തന്നെ കേട്ടാ. അതല്ലേ നമ്മളെ ഡെഫിനിഷൻ. കാണുമ്പോൾ സന്തോഷമുണ്ടാവുകയും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നതാണ് എന്തെന്ന് ലഹരി. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ലഹരി ഉണ്ടാകേണ്ട എന്താ? ഭാര്യ. അല്ലടോ നിങ്ങൾക്ക് നിങ്ങളെ മാഷ കാണണം എന്നിങ്ങനെ തോന്നുന്നുണ്ടാ? വീട്ടിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ വീടല്ലേ ലഹരി. പക്ഷെ നിങ്ങളെ മനസ്സിൽ ലഹരി എന്ന് പറഞ്ഞാൽ പൊടി വന്നത് എന്താ? സിഗരറ്റ്, കള്ള്, കഞ്ചാവ്. നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഭാര്യേനെ ലഹരിയായി തോന്നിയില്ല, ബാപ്പേനെ ലഹരിയായി തോന്നിയില്ല, വീട് ലഹരിയായി തോന്നിയില്ല. ഇവിടുത്തെ വിഷയം എന്താ? യുവതലമുറേൻ്റെ വിഷയം എന്താ? യഥാർത്ഥ ലഹരി മനസ്സിലാക്കിപ്പിക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞില്ല. ശരിയല്ലേ? അപ്പം ഇന്നോട്ടിട്ട് പറഞ്ഞോളണോ, കുട്ടി കളിക്കുമ്പോൾ ഇല്ല നിങ്ങൾ പറയണോ തങ്കപ്പെട്ട ചെക്കനത്, മനുഷ്യക്കുട്ടിയത്. അല്ലാണ്ട് എൻ്റെ മോൻ വീട് വിട്ടാ സ്കൂൾ വിട്ടാ വീട്, ആരോടും മുണ്ടൂല, ഇങ്ങനെ റൂം കുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പെരാന്തായിന്. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? കളി ലഹരിയാക്കണം, പറ്റുമെങ്കിൽ വായന ലഹരിയാക്കണം. അങ്ങനെ ലഹരിയാക്കുന്ന ഒരു കുട്ടികളും ഇവിടെ നശിച്ചു പോയിട്ടില്ല. യുവജനങ്ങൾ നശിക്കാൻ കാരണം അവരെ കളിക്കാൻ അനുവദിക്കാത്തതാണ്. അപ്പോൾ നിങ്ങളേക്ക് എന്ത് കളി? ഞാൻ ഒറ്റ കാര്യം ഇത് രണ്ട് തെളിയിച്ചാൽ നമുക്ക് അങ്ങ് പോവാലോ. നിങ്ങൾ സിഗരറ്റ് കണ്ടിട്ടുണ്ടോ? കള്ളു കുടിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. തങ്കപ്പെട്ട നാടാട്ടോ ഇത്. സിഗരറ്റും കണ്ടിട്ടില്ല, പാൻഡറ കങ്ങൾ കണ്ടത്. ബബിൾഗം തിന്നത് കണ്ടിട്ടുണ്ടോ? വീണ്ടും വീണ്ടും ബബിൾഗം തിന്നണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബബിൾഗം എന്താണ്? ലഹരിയാണ്. തുടക്കമല്ല ബബിൾഗം കേട്ടോ, മറന്നോണ്ട. ബബിൾഗം തുടങ്ങിയാൽ ഞങ്ങൾ കഞ്ചാവിലെത്തും. അപ്പോൾ മക്കളെല്ലാം കുടിച്ചോ? മക്കൾക്കൊന്നും ബബിൾഗം ഒരു പ്രാവശ്യം തിന്നുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീണ്ടും വീണ്ടും ബബിൾഗം തിന്നുന്നുണ്ടെങ്കിൽ അത് ആപത്താണ്. ലേസ് തിന്നലുണ്ടെങ്കിൽ തിന്നണം കേട്ടോ, നല്ലോണം. ഒരു തീരുമാനമാവും നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ വേണ്ട ഒരു സാധനം തിന്നുന്നില്ല എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആരാ? ശരിക്കും ജീവിതശൈലി രോഗങ്ങൾ ഇവിടെ പഠിപ്പിക്കേണ്ട സാധനം ഇതൊന്നുമല്ല. ഇന്ത്യ ലോകത്ത് ജനിച്ചാൽ മരിക്കും നമുക്കെല്ലാം അറിയാം. പക്ഷെ പാതി വഴിയിൽ മരണം കൂടുതൽ സംഭവിക്കുന്ന ഏത് തരത്തിലാണെന്നറിയുകൾ? ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അല്ല, ലേസ് ഏത് സാധനം നിങ്ങൾക്കിപ്പം നിങ്ങൾ വീട്ടിൽ കാഞ്ഞ എന്താ പറയുക, നിങ്ങളെ വീട്ടിലുള്ള ഒരു സാധനം കുട്ടിക്ക് കൊടുത്തു നോക്ക്. നിങ്ങൾ പുഴുങ്ങിയിട്ട് കേങ്ങ് പുഴുങ്ങി കൊടുത്തു നോക്ക്, കുട്ടി തിന്നൂല്ല. മുത്താരി കൊടുത്തു നോക്ക്, നിങ്ങൾ അത് തിന്നൂല്ല. നിങ്ങൾ ഓട്സ് കൊടുത്തു നോക്ക്, അതിൽ തിന്നൂല്ല. മറ്റേ കൊടുത്തു നോക്ക്, ലേസ്, കുയിസ്, ഓറിയോൺ, അമ്പ്ലം ബ്ലം ബ്ലം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതിൽ വേണ്ടാത്ത എന്തെല്ലാം ഉണ്ട്. കാരണം ഈറ്റകൾ അന്തം പെട്ടിയായിട്ടാണല്ലോ, വേണ്ടാത്ത ഈറ്റകൾ തിന്നു. ഒരു പശു നിങ്ങൾ കൊടുത്തു നോക്ക്, പശുവിൻ്റെ സാധനം അല്ലാണ്ട് വേറൊരു സാധനം തിന്നൂല്ല. അതുകൊണ്ട് പശുവിന് ഊരവേനയില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ പുഷ്ടിയും കുഷ്ടിയെല്ലാം കൊടുക്കുന്നതുകൊണ്ട് അതിനും നമ്മളെ സൂക്കാടെല്ലാം പ്രസവം എടുക്കേണ്ടി വരുന്നുണ്ട്. അണ്ണാക്കൊട്ടൻ ഇതുവരെ തലവേന എന്നാണ് എടുക്കുന്നത്. ഇല്ല, അണ്ണാക്കൊട്ടൻ അന്നും തിന്നുന്ന ഒന്ന് തന്നെയാണ്, ഇന്നും തിന്നുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിന് ഊരവേനയാന്ന് പറഞ്ഞിട്ട് മരത്തിൻ്റെ ചോട്ട് കുത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ. ഒരു അണ്ണാക്കൊട്ടനും അങ്ങനെ ഇരുന്നില്ല. കാരണം അണ്ണാക്കൊട്ടൻ്റെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സംഗതി നമ്മൾ ചെയ്തിട്ടില്ല. അതുകൂടി പറഞ്ഞാൽ ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. അതിന് നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? മനുഷ്യനാണോ?
എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താ, ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും മനുഷ്യനിൽ നിന്ന് അകന്നുപോയി. മനുഷ്യന് 4 പ്രത്യേകതയുണ്ട്. ഒന്ന്, മനുഷ്യന് മാത്രമേ നട്ടൽ നിവർത്തിയിരിക്കാൻ പറ്റൂ. മനുഷ്യന് മാത്രമേ, തങ്കപ്പെട്ടവനാട്ടവേ അതുവരെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം മനുഷ്യന് മാത്രമേ നട്ടലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് നന്നാവാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇതുവരെ പറഞ്ഞു കൊടുത്തോ മനുഷ്യൻ മാത്രമേ നട്ടൽ നിവർത്തിയിരിക്കാൻ പറ്റൂന്ന്? പറഞ്ഞില്ല. അവനെ കൂട്ടുവാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രണ്ടാമത്തെ ഈ നട്ടലില്ലാത്തവനെല്ലാം സൂക്ഷിച്ചോളൂ, ഓൻ മനുഷ്യനല്ല. ഓന് 12 കൊല്ലം കഴിഞ്ഞ് ഊരവേനായിക്കില്ല. നിങ്ങൾ എന്നോട് പറ, നിങ്ങളെ മക്കളൊന്നും ആലോചിച്ചോ, ഓലിക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാന്ന് നോക്ക്. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സാധനം കണ്ടിക്കുക. നിങ്ങൾ ആ ബേക്കിലിരിക്കുന്ന ആളെങ്ങനെ ഇരിക്കുന്ന, ഉപ്പും ചാക്കിട്ട പോലെ പുറത്ത്, അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലെ ശവം കൊണ്ടുവന്ന പോലെ ഒരു സാധനം ബേക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആ കുട്ടി 15 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ L4 L5 തമ്മിൽ തൊട്ടുപോയി കിടക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ അന്നും വിളിച്ച് ക്ലാസ് എടുപ്പിച്ചോളി. ഉണ്ടാവില്ല. അങ്ങനെ വേദന വന്ന് പൊളയുമ്പോൾ ഇല്ലേ, ഈ കുട്ടി ചോദിക്കും ഉപ്പ ഒന്ന് പറഞ്ഞു തന്നു എന്നോടന്ന്. അത് സ്പോർട്സ് ബൈക്കാണ്. സ്പോർട്സ് ബൈക്ക് സ്പോർട്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടീനെ ബേക്കിൽ വെക്കുമ്പോൾ നല്ല സുഖമുള്ളത് കൊണ്ടാണ് അത് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ ഇനി. അപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ഏത് ബൈക്കാണ് സെലക്ട് ചെയ്യുക? നട്ടല് നിവർത്തിയിരിക്കാൻ, ജീവനിൽ കൊതിയുള്ളൊരു മനുഷ്യൻ നട്ടല് നിവർത്തിയിരിക്കാൻ കഴിയുന്ന ബൈക്ക് മാത്രമേ സെലക്ട് ചെയ്യാവൂ. വേണം ഞാൻ നിങ്ങളുടെ ടീമാണ്, നിങ്ങൾ ഡ്യൂക്കാണ് വേണ്ടത്, KTM അല്ല നിങ്ങൾ വാങ്ങേണ്ടത്, നിങ്ങളുടെ ന്യായം. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ജീവിക്കണമെങ്കിൽ നട്ടല് നിവർത്തണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കനെ കണ്ടപ്പോഴാണ് എനിക്ക് ടെൻഷനായത്. ഓനിപ്പം കൊറോണയ്ക്ക് ശേഷം ഇല്ലേ, ഓൻ എന്തെല്ലാം ആയിപ്പോയി. ഓൻ്റെ കയ്യിൽ എപ്പോൾ ഒരു ഫോണ്, ഒരു കയ്യിൽ പഴംപൊരി, കട്ട്ലറ്റ്, അങ്ങനത്തെ സാധനം, ഒരു കാല് ചുവരുമ്മൽ, ഒരു കാല് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഓന് തിരിഞ്ഞിട്ടേ ഇല്ല. ഓൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നീരാളീൻ്റെ ഒരു ഫോട്ടം പോലെയാണ്. എനിക്ക് നിങ്ങളെ മക്കളെല്ലാം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ജൂൺ 1-ാം തീയതി സ്കൂളിലെ ടീച്ചർ എന്നോട് പറഞ്ഞ് പോലീസ് സ്കൂൾ തുറക്കുന്നുണ്ട്, അങ്ങ് വിടണോ? ഞാൻ ടീച്ചറോട്, ചില ടീച്ചറെ സ്കൂൾ ബെഞ്ചും ഡെസ്കും തന്നെയാണല്ലേ. ടീച്ചർ വെച്ച് നമ്മളെല്ലാം ബെഞ്ചും ഡെസ്കുമല്ലേ പഠിച്ചു, പിന്നെ ഇനിയിപ്പം പോലീസായിരുന്നു എനിക്ക് എന്താ ഉള്ളത്? ഞാൻ അതുകൊണ്ടല്ല, എൻ്റെ ചക്കൻ എന്തെല്ലോ ആയിപ്പോയി, ഓന് ബെഞ്ചും ഡെസ്കും മതിയാവുമെന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറയുകയാണേ, എൻ്റെ അടുത്ത 2 എണ്ണം അങ്ങനെ തന്നെയാണ്, അതങ്ങ് ശരിയാവുമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ്? ആ കുട്ടീൻ്റെ നട്ടൽ നിവർത്തി നിങ്ങൾക്ക് ഇരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. യുവജനങ്ങളെ നിയന്ത്രിക്കേണ്ടതാരാ? ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ഏറ്റവും നല്ലത് മുൻനിരയിൽ നിൽക്കേണ്ടതാരാ? അന്തം വിട്ട ബുദ്ധിയുള്ള ഈറ്റികളാ. നിങ്ങൾക്ക് ലഹരിക്കെതിരെ ഒരുത്തം ഇവിടെ കഞ്ചാവ് വിറ്റാൽ നിങ്ങൾക്ക് വർത്താനം പറയാനാവില്ല. അത് നമ്മളെ മഹലിലുള്ളവരെ അമ്മാമ്മൻ്റെ മോനല്ലത്, നമ്മളെങ്ങനെയാണ് പറയുക? പിന്നെ മഹലിന് പ്രശ്നമാവും. അതുകൊണ്ട് നമ്മൾ മിണ്ടണ്ടേ. പക്ഷേ യുവജനങ്ങൾക്ക് അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്ത ധൈര്യം, ഞാൻ മാത്രമാണ് ശരിയെന്നതാണെങ്കിലും ഒരൊറ്റൊന്ന് കൊടുക്കാൻ പറ്റുന്ന ആർക്കാ? അതുകൊണ്ടാണ് പറഞ്ഞത്, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, നന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ആരെയാ? യുവജനങ്ങളെയാണ്. അവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ശരിയാണോ തെറ്റാണോ? ഈ വിപ്ലവം ഉണ്ടാക്കുവാരാ? വീട്ടിൽ കച്ചറ ഉണ്ടാക്കുവാരാ? നമ്മളെല്ലാം ഇപ്പോൾ പറയും വേണ്ട, ഓള കളുകൾ നിന്ന് കേൾക്കാൻ കഴിയില്ല. പക്ഷേ ഈ കുട്ടിയൊക്കെ അതൊന്നുമില്ല. ടൂർ പോകണമെന്ന് പറഞ്ഞ ഒരൊറ്റപ്പെടുത്ത ശരിയല്ലേ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നട്ടലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത എന്നറിയോ? മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കാൻ പറ്റൂ. ഇതെല്ലാവരും പഠിച്ചാടെ വെച്ചോളെ. എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. പറ്റുന്നുണ്ടോ? വെരി ഗുഡ്. എന്നാൽ മനുഷ്യൻ്റെ ഏകദേശം മനുവായി ഏട്ടങ്ങൾ. മൂന്നാമത്തെ പ്രത്യേകത, മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ. ഇത് മാത്രം നിങ്ങൾ ഈ മഹല് ചെയ്യേണ്ടുള്ളൂ. കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക. അത് നിങ്ങൾ ഉറപ്പിച്ചോ, തങ്കപ്പെട്ട മനുഷ്യനാണ്. എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്, ഒന്ന് പൊട്ടിച്ചിരിക്കും. ഞാൻ പറയില്ല, നിങ്ങൾക്ക് വരാൻ തന്നെയാണ്. കാരണം എന്താ അറിയാം, അതേസമയം ഇപ്പോൾ പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ളൊരു പാട്ട് വെച്ചാൽ നിങ്ങളെല്ലാം ദത്തക്കം പൊത്തക്കം അതീ നമ്മൾ നിങ്ങൾ പോരുമായിരുന്നു. ചിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരാണോ? അല്ല. അവിടെ ഇന്നു മുതൽ ഈ മഹലിൽ നമുക്ക് ചിരി തിരിച്ചു പിടിക്കണം. ഈ റോഡുമ്പോൾ കൂടെ ആര് പോകുമ്പോൾ ഇല്ലേ, ഈ കുട്ടികളെല്ലാം പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചിരിച്ചാളാണ് ഈറ്റകൾ. എൻ്റെ വാപ്പടിയാടാ, ഇഞ്ഞേടിയാ പഠിക്കുന്നത്, ഇങ്ങനെ കിടുകിടുകിടുന്ന് പറഞ്ഞ് ഈറ്റയുടെ മൊബൈൽ ഫോണിൻ്റെ ഈമെന്ന് കണ്ണെടുപ്പിച്ചാലണം. അതിന് നിരന്തരം ചോദ്യങ്ങളും ചിരിയും വേണം. ഈ നാട്ടിലാണ് നടക്കുന്നതെന്നുള്ള ബോധം വേണം നമുക്ക്. അതുണ്ടാക്കിയെടുക്കാൻ ഈ ചിരിക്ക് മാത്രമേ കഴിയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതാണ് പോലീസിൻ്റെ വിജയം. ഞാൻ എൻ്റെ മോനെ ചെയ്ത കാര്യം എന്താ പറയുക, എൻ്റെ പോലീസുകാരുടെ മക്കൾ ആദ്യം ചെയ്യുന്നതാ, പോലീസുകാർ എല്ലാ സ്റ്റേഷനിലെ പോലീസുകാർക്കും ഈറ്റകളങ്ങ് പരിചയപ്പെട്ടി കൊടുക്കും. അതോടുകൂടി മൊബൈൽ ഫോൺ കൊണ്ട് തോണ്ടിപ്പോവാനും പെണ്ണിനെ കൂട്ടിയിട്ട് കാട്ടിൻ്റെ ഊറ്റി പോകാനും ഓനാവില്ല. അപ്പോഴൊക്കെ അവിടെ ഒരു പോലീസുകാരനുണ്ടാവും. എടാ നീ രംഗീഷിൻ്റെ മോനല്ലടാ പോടാ എന്ന് പറഞ്ഞാലല്ലേ ചെക്കൻ ഓടും.
നിങ്ങളെ മക്കൾ ആരെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ സംഗതി മനസ്സിലായി നിങ്ങൾക്ക്.